കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? അതേപോലെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവുള്ള ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു പുഴുക്കാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നല്ലേ, ചക്ക കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ചക്കയുടെ കുറച്ച് ഭാഗം ഞാൻ മുറിച്ചെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ വേണ്ടൂ, കാരണം ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളതേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചക്ക കൊണ്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞാനത് കഴിക്കുക തന്നെ ചെയ്യും. അതെന്തോ എൻ്റെ അമ്മയൊക്കെ പറയും തമാശയ്ക്കായിട്ട്, കൈവശം നന്നേക്കാണെന്ന് തോന്നണു എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഒത്തിരി ചക്ക കൊണ്ടുവന്നുകൊണ്ട് ഏകദേശം ഇപ്പോൾ ചക്ക ഇങ്ങനെ പഴുക്കണതിനനുസരിച്ച് അല്ലെങ്കിൽ വറക്കുക അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പണി. ഞാൻ ഇനി കുറച്ചങ്ങോട്ട് എനിക്ക് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ തന്നെയായിരിക്കുള്ളൂ കേട്ടോ, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ചക്ക എന്നുള്ളത്. അപ്പോൾ അതെൻ്റെ ഓരോ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നൊരു സംഭവമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൽ ഞാൻ ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയാണ് സ്വതവേ എനിക്ക് ചക്കയൊക്കെ നന്നാക്കി തരാം. പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ തനിയെ തന്നെ എല്ലാം ചെയ്യുകയാണ് പതിവ്. പക്ഷേ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല, കാരണം എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടിയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചോളയൊക്കെ പറിച്ചെടുത്തിട്ട് പിന്നെ ഇങ്ങനെ ചക്കച്ചവണി ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞെടുത്ത് അതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ ഓരോന്നും 1 by 1 ആയിട്ട് തന്നെ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ചക്ക നന്നാക്കാന്ന് പറഞ്ഞാൽ അമ്മാതിരി പണി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ചക്ക ഞാൻ ഇതെടുക്കുന്ന സമയത്ത് ചക്ക ചുള എടുക്കുമ്പോൾ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കാറ് കേട്ടോ. അപ്പോൾ പുഴുക്കിനായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇത്തിരി നല്ലത്. എന്നിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിൽ വേണം നമുക്ക് പുഴുക്കിനുള്ളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാം അതേപോലെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ പുഴുക്കിനുള്ള ചക്ക ഭയങ്കര പഴുത്തതോ അല്ലെങ്കിൽ ഭയങ്കര പച്ച അങ്ങനെയൊന്നും ആവണമെന്നില്ല. ചക്ക ഏതായാലും പഴുത്ത ചക്ക കൊണ്ട് ചെയ്യാം, പച്ച ചക്ക കൊണ്ട് ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇന്നലെ മുറിച്ച് വെച്ചൊരു ചക്കയാണ്. അത് ഇന്നത്തേക്കായപ്പോൾ ഇത്തിരി ഒരു പഴുപ്പിലേക്ക് വന്നു എന്നുള്ളൂ. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് പഴുത്തിട്ടൊന്നുമില്ല. നമുക്ക് അടിക്കുമ്പോൾ അത്ര വലിയ മധുരമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര എടുത്തേക്കണത്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. നിർബന്ധമൊന്നുമില്ല കഴുകണമെന്ന്, എന്നാലും ഞാനൊന്ന് കഴുകിയെടുത്തു. ഞാനത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് അതിൻ്റെ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഒന്ന് കഴുകിയെടുത്തേക്കാന്ന് വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം അങ്ങോട്ട് കഴുകിയാൽ മതി. എന്നിട്ടൊന്ന് വെള്ളം വഴറ്റിയിട്ട് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീട്ടിൽ ചക്ക ഇഷ്ടമുള്ള ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ എൻ്റെ അമ്മയും. അല്ലാതെ എൻ്റെ മോനോ എൻ്റെ ഹസ്ബൻഡോ ആർക്കും ചക്ക വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചക്ക ഞാൻ ഇതിൽ നിന്ന് നല്ലപോലെ വെള്ളം വഴറ്റി ഇടുകയാണ് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് എന്താ പറയുക, വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊക്കെ വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കയ്യിൽ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം വേണം ഇത് അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് തികച്ച് വേണ്ട വേവിക്കാനായിട്ട്. കുക്കറിലൊക്കെ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ഒറ്റ വിസിലേ വേണ്ടൂ കേട്ടോ. അപ്പം തന്നെ അത് എടുക്കുകയും വേണം, തുറന്നെടുക്കുകയും വേണം വിസിൽ കളഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ആ ഇളക്കുന്നതിനനുസരിച്ച് അടിയിലുള്ള വെള്ളം കൂടി വറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി, നമ്മുടെ കയ്യിൽ തന്നെ ഒരു പിടി തേങ്ങ ചരിവിയതാണ് ഇടേണ്ടത്. അതും നല്ലപോലെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത്. അതിന് ശേഷം വെള്ളം വറ്റിയെങ്കിൽ നമുക്കിത് ഇറക്കി വെക്കുക കേട്ടോ. വല്ലാണ്ട് ഇളക്കി നിൽക്കൊന്നും വേണ്ട. ഒന്ന് മിക്സ് ചെയ്ത് അത് എല്ലാത്തിലും ആ തേങ്ങ പിടിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ഇറക്കാം. അപ്പോൾ അത് എൻ്റെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി വറ്റണം, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനാവശ്യമുള്ള ചമ്മന്തിയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് 1 സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞത് ഇടുന്നുണ്ട്. പിന്നെ 3-4 പച്ചമുളക് ഇടുന്നുണ്ട്. അത് ഇത്തിരി പഴുത്തതാട്ടോ, അതുകൊണ്ടാണ് അതിൻ്റെ ആ കളർ അങ്ങനെ. പിന്നെ കുറച്ച് പുളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഇതേപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പുഴുക്കിന് ആവശ്യമുള്ള സൂപ്പർ ചമ്മന്തിയാണ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇത്തിരി മാങ്ങയും കൂടി ഇടുകയാണെങ്കിൽ ഇതിനും ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ എടുത്ത മാങ്ങ ഇത്തിരി പഴുത്തു പോയതുകൊണ്ട് ഞാനത് എടുത്തില്ല.
അപ്പോൾ അത് പോട്ടെ. അപ്പോൾ എൻ്റെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. മധുരവും ഉപ്പും എരിവും എല്ലാം കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു പുഴുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാനിത് ഒറ്റരിപ്പിന് നിന്ന് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ ആർക്കും കൊടുക്കുക പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഈ ഒരു പുഴുക്കിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയും കൂടി എടുത്ത് കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ എൻ്റെ പൊന്ന് വേറെ ഒന്നും വേണ്ട, പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ. അപ്പം ചക്ക കിട്ടുവാണെങ്കിൽ ഈ റെസിപ്പി ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.